അടുത്തേക്ക് വരൂ. മാത്രൊന്നും ഇല്ലാന്ന് ഇവിടെ എത്തി. അതിനകത്തൊന്നും ഇല്ലാണ്ടാവില്ലാന്ന് പറഞ്ഞത് മൂപ്പര് പാഞ്ഞ് കേറിയത്. അതല്ല വലിയ തട്ടോ വലിയ നോക്കിയേ. ഓ ഓ ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വിഷു ആണ്. വിഷുവായിട്ട് പ്രത്യേകിച്ച് എന്താ പരിപാടി എന്ന് ചോദിക്കാൻ പാടില്ല, ബട്ട് സ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങളെ വിഷു പരിപാടികളൊക്കെ എവിടെ വരെയായി, പിന്നെ എന്താണ് കണിയൊക്കെ കണ്ടോ, എന്താണ് അവസ്ഥ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ഞാൻ വിഷുവിൻ്റെ തലേ ദിവസത്തെ വിഷ്വൽസ് ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിതാ ഇപ്പം ഉള്ളത് മണ്ണൂർ വളവിലാണ്. ഞാൻ ഇന്ന് വൈകുന്നേരം എന്താ പറയുക ഇവിടുന്ന് പടക്കമൊക്കെ വാങ്ങി. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞ് കയറിയിട്ട് സാധനം വാങ്ങി പോകുന്നതാണ്. അപ്പോൾ ഈ കണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇനിയിപ്പം നമുക്ക് ഇനി രാത്രി മൊത്തം ഇരുന്ന് പൊട്ടിക്കണം, ഈ സംഭവങ്ങളൊക്കെ ഇരുന്ന് പൊട്ടിക്കണം. അപ്പം മൊത്തം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഏകദേശം ഏറെക്കുറെ സാധനങ്ങളൊക്കെ കവർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വലിയ വലിയ ഗുണ്ടൊന്നും വാങ്ങിയില്ല കേട്ടോ. ഞാൻ ആ സാധനം നോക്കിയാൽ പൊട്ടിക്കാൻ ഇച്ചിരി പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വലിയ വലിയ ഗുണ്ടും സാധനങ്ങളൊന്നും വാങ്ങിയില്ല, എല്ലാത്തേക്കും മേടിച്ചു. പിന്നെ അമ്മ നമ്മളുടെ കൃഷ്ണനെ വെക്കാനായിട്ട് എന്താ പറയുക മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പം നമ്മളെ മണ്ണൂർ വളവ് തന്നെയാണ് വാങ്ങിയത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തുമ്പോഴത്തേ ഇച്ചിരി ലേറ്റായി. ഇപ്പോൾ ലേറ്റായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കഴിച്ചിട്ട് നമുക്ക് പൊട്ടിക്കാൻ തുടങ്ങാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ 2 പൊറാട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. അപ്പം പൊറാട്ട നമ്മൾ വാങ്ങി, ചിക്കൻ കറി അമ്മ വെച്ച്. അപ്പം ഇനി ഇതിന് ശേഷമാണ് നമ്മൾ പൊട്ടിക്കൽ പരിപാടി തുടങ്ങുന്നത്. കുഞ്ഞുണ്ട് അത് മതിയാവോ? അത് തീരും ഇല്ല. ഓ കണ്ടോ ആ വെളുത്ത കത്തിക്ക്. ഇത് വലുതാട്ടോ. ഓ അത് നല്ല സെറ്റായിട്ട് അതിന്റെ മേലെ വെച്ച് ചെറിയ രണ്ട് ചെറുത് മുഖത്തേക്ക് അടുത്ത വലുതെടുത്തോ.
എന്നിട്ട് ആഞ്ഞോ ആ അടുത്തേക്ക് വരൂ. ഇത്രേ ഉള്ളൂ മുഴുവനായില്ല മോളെ എന്താ മുഴുവനാഞ്ഞ് ആ നല്ല സ്ഥലത്ത് നിർത്തിക്ക കുഞ്ചു വാ വാ. നോക്കിയേ. ഓ ഓ ഡാം. ഡേഞ്ചർ അതാണ് അതിന്റെ ഡേഞ്ചർ അയ്യോ പടക്കം കുഞ്ചു എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? സൂപ്പർ. പക്ഷേ ഹായ് ഗൈസ്, നമ്മളെ വിഷു 2025 ആഘോഷിക്കുകയാണ് ഇവിടെ. നമുക്കെന്താ പറയണ്ടോ? അച്ഛനെന്താ പറയണ്ടോ? നമുക്കെന്താ ഹാപ്പി വിഷു. നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു. അടുത്ത് വണക്കം. അല്ല അല്ല അയ്യോ മാത്രമൊന്നും ഉണ്ടാവൂലേ മാത്രൊന്നും ഇല്ലാന്ന് ഇവിടെ എത്തി. അയ്യോ അതിനകത്തൊന്നും ഇല്ല ഉണ്ടാവില്ലാന്ന് പറഞ്ഞത്. മൂപ്പര് പാഞ്ഞ് കേറിയത്. അതല്ല വലിയ കട തട്ടോ വലിയ ഇതാവുമ്പത്തേ കൊറേ നേരാവും. ഇതാണ് ഏറ്റവും സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പൊളി പൊളി. ആരവിടെ പടക്കം പൊട്ടിച്ചു? Don't estimate the power of friends. എന്തായി? ഞാനെന്തിനാ കേൾക്കുന്നത്? അങ്ങനെ ഗൈസ് ഒരുവിധം നമ്മളെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മളിതാ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് വന്നാണ്. ഓ മാൻ, ഇപ്പോഴും നിങ്ങൾക്ക് പടക്കം പൊട്ടണ ഒച്ചയൊക്കെ കേട്ടോ. കാരണം വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികൾ പൊട്ടിച്ചോണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒച്ചയാണ് ഇപ്പോൾ കേട്ടെ. അപ്പോൾ അങ്ങനെ നമ്മളിതാ സ്കൈ ഷോട്ട്സ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാധനം നമ്മൾ കത്തിക്കുമ്പോഴത്തേക്ക് അത് മേലെ പോയിട്ട് ഇങ്ങനെ പൂ പോലെ തെറിച്ച് പൊട്ടുന്നൊക്കെയാണ് വിചാരിച്ചത്. ഞാൻ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ അത് നടന്നതൊന്നുമില്ല. അത് കത്തിയിട്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ മറ്റേതുണ്ടല്ലോ, എന്താ പറയുക, ഈ എന്താ ഇതിന് പറയുക, ഈ ചൈനീസ് പടക്കം ഉണ്ടല്ലോ, അതുമാതിരി പൊട്ടി. അതുമാതിരി കുറച്ചൊരു ഹൈറ്റിൽ പൊട്ടി കഴിഞ്ഞ് അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മേലേക്ക് പോയി പൊട്ടുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ എന്നെ പാളിപ്പോയി. ഓ ഇവിടെ കണ്ടോ, ഇവിടെ ചെക്കന്മാർ ഈ പടക്കം പൊട്ടിച്ചുകൊണ്ട് നിൽക്കുക. അതിൻ്റെ ഒച്ചയാണ് കേട്ടോ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കണം. ഞാൻ വോയിസ് കൊടുക്കണം എൻ്റെ ഇടയിൽ.
അങ്ങനെ കഴിച്ച് നമ്മൾ സകല സാധനങ്ങളും കത്തിച്ച് തീർത്തിട്ട് എൻ്റെ വീട്ടിൽ തീർത്ത് ഇവിടെ വീട്ടിൽ തീർത്ത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിഷു വിശേഷങ്ങൾ കേട്ടോ. ഇപ്പോഴും പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ, നെവർ മൈൻഡ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ വിഷു വിശേഷങ്ങൾ എന്ന് പറയട്ടെ. നമ്മൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.